ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാറാസ് ടാരോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിൽ എന്ത് ചേഞ്ചസ് ആണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യരുത്. അതുപോലെ ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ഈ റീഡിങ്ങിനെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ കരിയറിൽ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ മൈ ഗാർഡിയൻ ഏഞ്ചൽ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കരിയറിൽ എന്ത് ചേഞ്ചസ് ആണ് യൂണിവേഴ്സ് ഇപ്പോൾ കൊണ്ടുവരുന്നത്? പ്ലീസ് ഗൈഡ് മീ ആക്യുറേറ്റ് റിസൾട്ട്, പ്ലീസ് ഗൈഡ് മീ ആക്യുറേറ്റ് റിസൾട്ട്, പ്ലീസ് ഗൈഡ് മീ. The moon energy, Queen of Wands, King of Pentacles, the Chariot, Strength. നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ലഭിച്ചിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ്, 4 of Wands, 9 of Pentacles. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് മൂൺ എനർജിയാണ്. മൂൺ എനർജി നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ കരിയറിൽ, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കരിയർ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ജോബ് നഷ്ടപ്പെടുമോ എന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നിടക്കുള്ള കൊളീഗ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. ആ ഇഷ്യൂസിൽ നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി, അതും പറയാൻ പറ്റും. അതായത് എന്തോ ഒരു കാര്യം നിങ്ങളിൽ മറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടായാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഭയങ്കര ഒരു ഇല്യൂഷനിലാണ് നിങ്ങളിപ്പം. അതായത് ഭയങ്കരമായിട്ട് ഡേ ഡ്രീം കാണുന്നുണ്ടാകാം, പക്ഷെ ആ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലോട്ട് നടക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം, പക്ഷേ കോൺഷ്യസ് ആയിട്ട് നോക്കുമ്പോൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു ആങ്സൈറ്റി, ഒരു ഫിയർ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയാണ്. ഓക്കെ, അതായത് ഒരു കറേജ് കൊണ്ടുവരണം. അതായത് നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതായത് ഒരു ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്കൊരു എയിം ഉണ്ടാകും, എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ക്യാഷ് ഫോക്കസിങ് ആയിരിക്കാം. അതൊക്കെ നമ്മളൊരു ഡിറ്റർമിനേഷനോട് മുന്നോട്ട് പോകുകയാണ്, അതൊക്കെ നടക്കുമെന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷൻ അതിന് പുറകെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കോൺഫിഡൻറ്റോട് കൂടി പോകണം. നമുക്കൊരു ഭയത്തോടു കൂടി നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സംഭവിക്കും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ കരിയറിലാണെങ്കിലും ബിസിനസ് ആണോ എന്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു വെൽത്ത്, അതുപോലെ തന്നെ ഒരു സക്സസ് ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻറ്റിക്കിൾസിൻ്റെ ഹൈ എനർജി ആയി. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇത് കാണുന്നതിൽ കൂടുതലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എനിക്ക് തോന്നി സ്പിരിച്വലി അതുപോലെ തന്നെ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു റീഡിങ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കരിയർ വൈസ് ആയാലും ഫിനാൻഷ്യൽ വൈസ് ആയാലും കൂടുതൽ അബണ്ടൻസ്, വെൽത്ത്, സക്സസ് ഒക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ
നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയും ആലോചിച്ചിട്ടും അത്രയും ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു പ്രോസ്പെരിറ്റിയും നല്ലൊരു സക്സസ്സും നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകും, ബിസിനസ്സിൽ ഉണ്ടാകും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചാരിയറ്റിൻ്റെ കാർഡ് വന്നിട്ട്, ചാരിയറ്റിൻ്റെ കാർഡ് നമുക്കിവിടെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ബിസിനസ് ഉള്ളവരാണെങ്കിൽ അതിലൊരു നല്ല പ്രോഗ്രസ്സും നല്ല മൂവ്മെൻ്റ് ഒക്കെ കാണും. അതായത് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാം, അത് നല്ലൊരു സെയില്, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പറയുന്നത്. അതല്ല കരിയറിലാണെങ്കിലും നിങ്ങൾ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മൂവ്മെൻറ്റ്, ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അതായത് സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവർക്കും ഒരു സാലറി ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ ഒരു നല്ല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അതായത് പുതിയതായിട്ട് ജോബിലേക്ക് കയറാം, അതുപോലെ കരിയർ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ കിട്ടുമെന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് ഒരു ക്വിക്ക് മൂവ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യം പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അത് ജോബാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള അതിനുവേണ്ടി നിങ്ങൾ കറേജ് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ പേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സ്ട്രെങ്ത് എടുക്കുക എന്നാണ് പറയുന്നത്. അതായത് ഫോക്കസിങ്, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ്. അത് ജോബ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും എന്താണോ നിങ്ങൾ കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്ന കറേജിനനുസരിച്ചിട്ടായിരിക്കും അതിനുള്ള ഒരു റിസൾട്ട്. ഓക്കെ, അപ്പം നമ്മൾ നല്ല രീതിയിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിനുള്ള ഫലം ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നമുക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ തന്നു കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദ ഡെക്ക്. അതും പറയുന്നത് സക്സസിൻ്റെ എനർജിയാണ്. അതായത് പുതിയ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു സമയമാണ് എന്ന് പറയാൻ പറ്റും. ആ ഒരു ബിസിനസ്സിൽ ഒരു സക്സസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതായത് പുതിയ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നല്ല സമയമാണ്. നിങ്ങൾ ഒരു ഷാർപ്പ് മൈൻഡോട് കൂടി നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സക്സസ്സിലേക്ക് എത്തും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആണെങ്കിലും കരിയറിലാണെങ്കിലും എന്തെങ്കിലും തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയറിൽ വരാൻ പോകുന്ന ചേഞ്ചസ്. അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് ചെയ്ത് സെൽഫ് റെസ്പെക്റ്റോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഇരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മുടെ ഒരു പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിങ്സ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.